ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDAക്ക് ആധിപത്യം. BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. മഹാസഖ്യത്തിന് വീഴ്ച. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം പുറത്തിറക്കി. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ആരംഭിച്ചു. ഈ മാസം 21 വരെ പത്രികകൾ നൽകാം. വർണ്ണാഭമായി ജില്ലാ ശിശുദിനാഘോഷം. തൃശൂർ നഗരത്തിൽ നടന്ന ശിശുദിന റാലിയിൽ 100 കണക്കിന് കുട്ടികൾ അണിനിരന്നു. ടൗൺ ഹാളിൽ നടന്ന ആഘോഷ പരിപാടിയിൽ ശിശുദിന സ്റ്റാമ്പ് പ്രകാശനം ചെയ്തു. പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ മാനുകൾ ചത്ത സംഭവം. ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ചർക്ക് കാരണം കാണിക്കൽ നോട്ടീസ്. തൃശൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് നോട്ടീസ് അയച്ചത്. മുറ്റിച്ചൂരിൽ കളക്ഷൻ ഏജന്റിന്റെ മുഖത്ത് കുരുമുളക് സ്പ്രേ അടിച്ച് പണം കവർന്ന സംഭവം. 3 പ്രതികൾ പിടിയിൽ. സ്കൂൾ ബസ് ഓടിക്കുന്നതിനിടെ ഡ്രൈവർ കുഴഞ്ഞു വീണ് മരിച്ചു. മരണത്തിനു മുന്നിലും കുഞ്ഞുങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കിയാണ് ഡ്രൈവർ രാജൻ യാത്രയായത്. വാർത്തകളിലേക്ക് വിശദമായി. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDAക്ക് ആധിപത്യം. 200ഓളം സീറ്റുകൾ നേടിയാണ് ദേശീയ ജനാധിപത്യ സഖ്യം വീണ്ടും ഭരണത്തിലേക്ക് കുതിച്ചെത്തിയത്. ഇന്ത്യ സഖ്യം 40 സീറ്റുകളിൽ ഒതുങ്ങി. 20 കൊല്ലത്തെ നിതീഷ് ഭരണത്തിന് അന്ത്യം കുറിക്കുമെന്ന വ്യാപക പ്രചരണം നടത്തിയ പ്രതിപക്ഷ സഖ്യത്തിന് NDAക്ക് ഒരു പോറൽ പോലും ഏൽപ്പിക്കാനായില്ല. കേന്ദ്രത്തിലും സംസ്ഥാനത്തും ഡബിൾ എഞ്ചിൻ സർക്കാർ എന്ന NDA പ്രചരണം ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്തിയെന്നാണ് ഫലം വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം പുറത്തിറക്കി. ഇതോടെ നാമനിർദ്ദേശ പത്രികകളുടെ സമർപ്പണം ആരംഭിച്ചു. 21 വരെ പത്രികകൾ സമർപ്പിക്കാം. പൊതു അവധി ഒഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെ 11 മുതൽ 3 വരെയാണ് സമയം. വരണാധികാരിക്കോ ഉപവരണാധികാരിക്കോ പത്രിക നൽകാം. ജില്ലയിൽ 118 വരണാധികാരികളെയും 121 ഉപവരണാധികാരികളെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പോളിംഗ് സ്റ്റേഷനിൽ പ്രിസൈഡിംഗ് ഓഫീസർ, ഫസ്റ്റ് പോളിംഗ് ഓഫീസർ, 2 പോളിംഗ് ഓഫീസർമാർ എന്നിങ്ങനെ ഉദ്യോഗസ്ഥരെ നിയമിക്കും. ഇവരുടെ വിവരശേഖരണം പൂർത്തിയായി. ഉദ്യോഗസ്ഥരുടെ പരിശീലനം 25 മുതൽ 28 വരെയുള്ള തീയതികളിലാണ് നിശ്ചയിച്ചിരിക്കുന്നത്. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന 22-ന് നടക്കും. 24-ആണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. വോട്ടെടുപ്പ് ഡിസംബർ 11-നും വോട്ടെണ്ണൽ 13-നുമാണ്. 86 പഞ്ചായത്തുകൾ, 16 ബ്ലോക്ക് പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്ത്, 7 നഗരസഭകൾ, തൃശൂർ കോർപ്പറേഷൻ എന്നിവിടങ്ങളിലേക്കാണ് ജില്ലയിൽ വിധിയെഴുത്ത്. ജില്ലയിൽ 27.36 ലക്ഷം വോട്ടർമാരാണുള്ളത്. ഇതിൽ 27 പേർ ട്രാൻസ്ജെൻഡർ വോട്ടർമാരാണ്. TCV ന്യൂസ്, തൃശൂർ. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ അർദ്ധവാർഷിക പരീക്ഷയിലുണ്ടായിരുന്ന ആശയക്കുഴപ്പത്തിന് പരിഹാരം. പരീക്ഷ ഒറ്റഘട്ടമായി തന്നെ നടത്താൻ മന്ത്രി V. ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ധാരണയായി. ഡിസംബർ 15-നാണ് പരീക്ഷ ആരംഭിക്കുക. 23-ന് പരീക്ഷ പൂർത്തിയാക്കി സ്കൂൾ അടയ്ക്കും. ജനുവരി 5-നായിരിക്കും തുറക്കുക. ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ 1-2 പരീക്ഷകൾ സ്കൂൾ തുറന്ന ശേഷം ജനുവരി 7-ന് നടക്കും. നേരത്തെ ക്രിസ്മസ് അവധിക്ക് മുൻപും ശേഷവുമായി 2 ഘട്ടങ്ങളിലായി പരീക്ഷ നടത്താൻ ആലോചിച്ചിരുന്നെങ്കിലും വിദ്യാർത്ഥികളുടെ മാനസിക സമ്മർദ്ദം കണക്കിലെടുത്ത് ഒറ്റഘട്ടമാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. വർണ്ണാഭമായി ജില്ലാ ശിശുദിനാഘോഷം. നഗരത്തിൽ നടന്ന ശിശുദിന റാലിയിൽ 100 കണക്കിന് കുട്ടികൾ അണിനിരന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി, ജില്ലാ ഭരണകൂടം, ജില്ലാ ശിശുക്ഷേമ സമിതി, പൊതുവിദ്യാഭ്യാസ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്നിവ സംയുക്തമായാണ് ശിശുദിനാഘോഷം സംഘടിപ്പിച്ചത്. വർണ്ണോത്സവം എന്ന പേരിൽ നടന്ന പരിപാടി കുട്ടികളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു. CMS സ്കൂളിൽ നിന്ന് ആരംഭിച്ച റാലിയിൽ NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ബാൻഡ് വാദ്യ സംഘങ്ങൾ, ടാബ്ലോ തുടങ്ങിയവ അണിനിരന്നു.
കുട്ടികളുടെ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുത്ത പാർവതി ദിനേശ് നായർ റാലിക്ക് നേതൃത്വം നൽകി. റാലി ടൗൺ ഹാളിൽ സമാപിച്ച ശേഷം നടന്ന ആഘോഷ പരിപാടി കുട്ടികളുടെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ജെറൂഷ ഷിബു അധ്യക്ഷത വഹിച്ചു. ശിശുദിന സ്റ്റാമ്പിന്റെ പ്രകാശനവും ചടങ്ങിൽ നടന്നു. PCV ന്യൂസ്, തൃശൂർ. തിരൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ശിശുദിനാഘോഷം സംഘടിപ്പിച്ചു. പ്രധാന അധ്യാപിക ബിദ ഫ്രാൻസിസ്, അധ്യാപകരായ ബെൻസി, സിജോ തുടങ്ങിയവർ നേതൃത്വം നൽകി. യറവ് സെന്റ് തെരേസ സ്കൂളിലെ ശിശുദിനാഘോഷം വർണ്ണാഭമായി. സ്കൂൾ മാനേജർ ഫാദർ റോയ് ജോസഫ് അടക്കൻ ശിശുദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ നീതു ചാക്കോച്ചൻ, സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ MC ജോസഫ്, PTA പ്രസിഡന്റ് മിനി സുനിൽ, KJ പോൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ ചത്ത മാനുകളെ സംസ്കരിച്ചതിൽ നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്ന പരാതിയിൽ ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ചർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു. തൃശൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് നോട്ടീസ് അയച്ചത്. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്തിന്റെ പരാതിയിലാണ് നടപടി. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം വന്യമൃഗങ്ങളുടെയോ അതിന്റെ അവശിഷ്ടങ്ങളോ കണ്ടെത്തിയാൽ മജിസ്ട്രേറ്റ് മുൻപാകെ ഹാജരാക്കണമെന്നാണ് നിയമം. എന്നാൽ സുവോളജിക്കൽ പാർക്കിലെ ഉദ്യോഗസ്ഥർ ദുരൂഹ സാഹചര്യത്തിൽ ചത്ത മാനിന്റെ ജഡങ്ങൾ തിരക്കിട്ട് രഹസ്യമായി മറവ് ചെയ്യുകയായിരുന്നുവെന്ന് ഹർജിക്കാരൻ ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. കേസ് ഈ മാസം 18-ന് കോടതി പരിഗണിക്കും. കഴിഞ്ഞ ബുധനാഴ്ചയാണ് സുവോളജിക്കൽ പാർക്കിലെ 10 പുള്ളിമാനുകളെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. മുറ്റിച്ചൂരിൽ കളക്ഷൻ ഏജന്റ് സഞ്ചരിച്ചിരുന്ന ബൈക്ക് തടഞ്ഞു നിർത്തി മുഖത്ത് കുരുമുളക് സ്പ്രേ അടിച്ച് 3 ലക്ഷത്തോളം രൂപ കവർന്ന കേസിൽ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഈ മാസം 7-നായിരുന്നു കവർച്ച നടന്നത്. വാടാനപ്പള്ളിയിൽ ഗോൾഡ് പോളിഷ് സ്ഥാപനം നടത്തുന്ന മഹാരാഷ്ട്ര സ്വദേശി അക്ഷയുടെ കൈവശമുണ്ടായിരുന്ന 3 ലക്ഷം രൂപയാണ് കാറിലെത്തിയ സംഘം തട്ടിയെടുത്തത്. സ്കൂൾ ബസ് ഓടിക്കുന്നതിനിടെ ഡ്രൈവർ കുഴഞ്ഞു വീണ് മരിച്ചു. മരണത്തിന് മുന്നിലും കുഞ്ഞുങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കിയാണ് ഡ്രൈവർ രാജൻ യാത്രയായത്. ഗുരുവായൂർ പാൽവായി സെന്റ് ആന്റണീസ് UP സ്കൂളിലെ ബസ് ഡ്രൈവർ ചക്കംകണ്ടം സ്വദേശി മാടാനി വീട്ടിൽ 55 വയസ്സുള്ള രാജനാണ് മരിച്ചത്. രാവിലെ 9:30-ഓടെ കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ കാർഗിൽ നഗറിനടുത്ത് വെച്ചാണ് രാജന് നെഞ്ചുവേദന അനുഭവപ്പെട്ടത്. തുടർന്ന് ബസ് റോഡരികിൽ ഒതുക്കി നിർത്തി വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പുവരുത്തി. ഉടൻ ബസ്സിൽ തളർന്നു വീഴുകയായിരുന്നു. വിവരമറിഞ്ഞ് നാട്ടുകാർ രാജനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മക്കളില്ലാത്തതിനാൽ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെയാണ് രാജൻ വിദ്യാർത്ഥികളെ നോക്കിയിരുന്നതെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. ദിവസവും മിഠായിയും ഐസ്ക്രീമും വാങ്ങി നൽകിയിരുന്ന ഡ്രൈവർ മാമനെ അവസാനമായി കാണാൻ വിദ്യാർത്ഥികളും എത്തി. വിദ്യാർത്ഥികളുടെ സ്നേഹത്തിൽ പൊതിഞ്ഞ അന്ത്യചുംബനം കണ്ടു നിന്നവർക്കും തീരാ നൊമ്പരമായി. TCV ഗുരുവായൂർ. ഷോളയാർ ഡാമിന്റെ റിസർവോയറിന് സമീപം പുഴ നീന്തി കടക്കുന്നതിനിടെ ആദിവാസി മരിച്ചു. അടിച്ചിൽ തൊട്ടി ഉന്നതിയിലെ 52 വയസ്സുള്ള ശിവനാണ് മരിച്ചത്. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. അപകടം നടക്കുമ്പോൾ പുഴക്കരയിൽ ശിവന്റെ മകൻ ശിവദാസൻ നിൽപ്പുണ്ടായിരുന്നു. ഡാമിന്റെ മറുകരയിലുള്ള ഇടമക്കുടി ഊരിൽ താമസിക്കുന്ന ശിവദാസന്റെ വീട്ടിൽ പോയ ശേഷം തിരിച്ചു വരുമ്പോഴായിരുന്നു അപകടം. നീന്തുന്നതിനിടെ അവശനിലയിലായ ഇയാൾ മുങ്ങിത്താഴ്ന്നു. പിന്നീട് ശിവദാസൻ അറിയിച്ചതിനെ തുടർന്ന് വനപാലകരും അഗ്നിശമന സേനാ വിഭാഗവും നടത്തിയ തെരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിലെ പ്രതിക്ക് 36 വർഷം തടവും 2,50,50,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പഴുവിൽ കുറുമ്പിലാവ് സ്വദേശി തോട്ടിയാൻ വീട്ടിൽ ജോമിയെയാണ് തൃശൂർ അതിവേഗ പോക്സോ കോടതി ശിക്ഷിച്ചത്. പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർമാരായ K. സൂരജ്, ലിജി മധു എന്നിവർ കോടതിയിൽ ഹാജരായി. ഇരിങ്ങാലക്കുട എലുവത്തിങ്കൽ ആനീസ് കൊലപാതക കേസിൽ കുറ്റവാളികളെ കണ്ടെത്താൻ കഴിയാത്തത് സർക്കാരിന്റെ നിസ്സംഗത മൂലമാണെന്ന് കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ കുറ്റപ്പെടുത്തി. ആനീസ് കൊല ചെയ്യപ്പെട്ട് 6 വർഷം തികഞ്ഞ ദിവസം കേരള കോൺഗ്രസും ആനീസിന്റെ ബന്ധുക്കളും ചേർന്ന് നടത്തിയ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിയോജകമണ്ഡലം പ്രസിഡന്റ് റോക്കി ആളുകാരൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനി മോഹൻദാസ്, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ സേതുമാധവൻ പറയംവളപ്പിൽ, സിജോയ് തോമസ്, PT ജോർജ് എന്നിവർ സംസാരിച്ചു.
കുട്ടികൾക്കും മറ്റും വിൽപ്പനയ്ക്കെത്തിച്ച കഞ്ചാവുമായി ക്രിമിനൽ കേസ് പ്രതി അറസ്റ്റിൽ. വരന്തരപ്പള്ളി പൗണ്ട് കലവറക്കുന്ന് സ്വദേശി മുല്ലവീട്ടിൽ സുമനയാണ് വരന്തരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. വരന്തരപ്പള്ളി SHO KN മനോജ്, SI PD ധനീഷ്, GSI CG മനോജ്, CPO അജേഷ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കല്ലൂരിൽ സ്കൂട്ടർ അടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. ഞെള്ളൂർ സ്വദേശി അക്കരക്കാരൻ വീട്ടിൽ 82 വയസ്സുള്ള രാമൻകുട്ടിയാണ് മരിച്ചത്. കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ട് കല്ലൂർ കരുവാൻകുന്നിലായിരുന്നു അപകടം. നടന്നു പോവുകയായിരുന്ന രാമൻകുട്ടിയെ സ്കൂട്ടർ ഇടിക്കുകയായിരുന്നു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. കേരള ഭിന്നശേഷി ക്ഷേമ സംഘടന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സമർപ്പിച്ച അവകാശ പത്രികയിലെ വിവിധ ആവശ്യങ്ങൾ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ AG ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഭിന്നശേഷിക്കാർക്ക് പ്രതിമാസ പെൻഷൻ 5000 രൂപയാക്കി വർദ്ധിപ്പിച്ച് നൽകുക, ഭിന്നശേഷിക്കാരുടെ കുടുംബത്തിന് പാചകവാതകം സൗജന്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. തൃശൂർ തെക്കേ ഗോപുര നടയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് AS ശിവരാമൻ, പ്രമോദ് എലപ്പുള്ളി, വൈശാഖ് മുണ്ടൂർ തുടങ്ങിയവർ സംസാരിച്ചു. അതുപോലെ സാധ്യമല്ലാത്ത വളരെ ദുരിതമനുഭവിക്കുന്ന ആളുകളുടെ ആവശ്യങ്ങളാണ് ഇവിടെ. ഇരിങ്ങാലക്കുടയിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇടഞ്ഞ് BDJS. ഇരിങ്ങാലക്കുട നഗരസഭ, വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക്, പടിയൂർ പഞ്ചായത്ത് എന്നീ തദ്ദേശ സ്ഥാപനങ്ങളിലായി 3 സീറ്റുകളാണ് ആവശ്യപ്പെട്ടതെങ്കിലും 3 റൗണ്ട് ചർച്ച നടത്തിയിട്ടും തീരുമാനമായിട്ടില്ലെന്നും മുന്നണി മര്യാദ പാലിക്കാൻ BJP തയ്യാറാകണമെന്നും BDJS നിയോജകമണ്ഡലം പ്രസിഡന്റ് AR ജയചന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഇരിങ്ങാലക്കുടയിലെ SNDP ഭാരവാഹികൾ BDJSനെ ഹൈജാക്ക് ചെയ്ത് BJP പാളയത്തിൽ കെട്ടിയതായും ജയചന്ദ്രൻ ആരോപിച്ചു. BDJS നിയോജകമണ്ഡലം ഭാരവാഹികളായ രാധാകൃഷ്ണൻ ചാത്തമ്പിള്ളി, KS നന്ദകുമാർ, PK ഉണ്ണികൃഷ്ണൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പരിയാരം പഞ്ചായത്തിൽ കോൺഗ്രസിന് തലവേദന ഒഴിയുന്നില്ല. ബ്ലോക്ക് ഡിവിഷനിലേക്കും പഞ്ചായത്ത് വാർഡിലേക്കും പത്രിക നൽകാൻ ഒരുങ്ങുകയാണ് പ്രാദേശിക കോൺഗ്രസ് നേതാവായ ജെയ്സൺ തെക്കേക്കര. നേതൃത്വം നൽകിയ ഉറപ്പ് പാലിക്കാത്തതിലാണ് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി കൂടിയായ ജെയ്സന് പ്രതിഷേധം. ജെയ്സന് വേണ്ടി പലയിടത്തും ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നു കഴിഞ്ഞു. വാർഡ് 2 ഔദ്യോഗിക സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് ആവശ്യം. ഇപ്പോൾ ഇവർ കൊണ്ടുവന്ന വ്യക്തി വാർഡിൻ്റെ അറ്റം പോലും അറിയില്ല. അങ്ങനെ വന്ന സാഹചര്യത്തിൽ എനിക്ക് സീറ്റ് ഇല്ല എന്ന് ഞാൻ അറിഞ്ഞു. അതറിഞ്ഞപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനായിട്ട് വാർഡിലെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞു സ്വതന്ത്രമായിട്ട് മത്സരിക്കാൻ പറഞ്ഞു. അങ്ങനെ സ്വതന്ത്രമായിട്ട് മത്സരിക്കാൻ അവരുടെ സാഹചര്യത്തിൽ ഞാൻ തീരുമാനിച്ചു. അപ്പോൾ അവർ എനിക്ക് ബ്ലോക്ക് പ്രസിഡന്റിനും MLAക്കും KPCCക്കും DCO കൊടുക്കാൻ വേണ്ടി അവർ എഴുതി തയ്യാറാക്കിയ ലെറ്ററാണിത്. ഇത് ലെറ്റർ എഴുതാക്കിയിട്ട് ഇത്ര വാർഡിലത്തെ വീട്ടുകാരാണ് കേട്ടോ, വാർഡിലെ വീട്ടുകാരാണ് ഈ ഒപ്പിട്ടിരിക്കുന്നത്. എന്നിട്ട് ഇതിൽ വാർഡ് പ്രസിഡന്റ് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഇവിടെ വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥി ജെയ്സൺ തക്കേരാണ് അത് കൊടുക്കണമെന്ന് വന്നിട്ട്. അപ്പം ഇവരെന്താ വെച്ച് കഴിഞ്ഞാൽ അതൊന്നും പരിഗണിക്കാൻ തയ്യാറില്ല. വാർഡ് കമ്മിറ്റി ഒന്നടങ്കം തന്റെ സ്ഥാനാർത്ഥിത്വം അംഗീകരിച്ചിരുന്നുവെന്ന് ജെയ്സൺ അവകാശപ്പെടുന്നു. മണ്ഡലം പ്രസിഡന്റും സീറ്റ് വാഗ്ദാനം ചെയ്തു. എന്നാൽ അവസാന നിമിഷം നേതൃത്വം കാലുമാറി. കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വം പ്രശ്നത്തിൽ ഇടപെടണമെന്നും ജെയ്സൺ ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, ചാലക്കുടി. മലയാള കാവ്യ സാഹിതിയുടെ തൃശൂർ ജില്ലാ ഭാരവാഹികളെ പ്രഖ്യാപിച്ചു. പൂർണ്ണത്രയി ജയപ്രകാശ് ശർമ്മയാണ് പ്രസിഡന്റ്. അജിത രാജൻ, PB രമാദേവി എന്നിവരെ വൈസ് പ്രസിഡന്റുമാരെ തെരഞ്ഞെടുത്തു. മാലിനി ജയരാജ് സെക്രട്ടറി, മീന അരവിന്ദ്, സന്ധ്യ അറയ്ക്കൽ ജോയിന്റ് സെക്രട്ടറിമാർ, ഗീത കൈപ്പറമ്പ് ട്രഷറർ എന്നിവരാണ് മറ്റ് ഭാരവാഹികൾ. താന്യം പഞ്ചായത്തിലെ 1ാം ഘട്ട BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. മണ്ഡലം പ്രസിഡന്റ് റിനി കൃഷ്ണപ്രസാദാണ് 11 വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. BJP താന്യം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് VV വിനോബ് അടക്കമുള്ളവർ മത്സരരംഗത്തുണ്ട്.
ഞായറാഴ്ച ആരംഭിക്കുന്ന ചെമ്പൈ സംഗീതോത്സവത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ഉപയോഗിച്ചിരുന്ന തമ്പുരു നാളെ പാലക്കാട് ചെമ്പൈ ഗ്രാമത്തിലെത്തി ഗുരുവായൂർ ദേവസ്വം അധികൃതർ ഏറ്റുവാങ്ങും. ഈ തമ്പുരുവാണ് സംഗീതോത്സവ വേദിയിൽ പ്രതിഷ്ഠിക്കുന്നത്. പാലക്കാട് നിന്നും ഏറ്റുവാങ്ങുന്ന തമ്പുരു വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം ഘോഷയാത്രയായി ഞായറാഴ്ച വൈകിട്ട് ഗുരുവായൂരിലെത്തിക്കും. തുടർന്ന് വൈകിട്ട് 6-ന് മേൽപ്പുത്തൂർ ഓഡിറ്റോറിയത്തിൽ കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപി ചെമ്പൈ സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്യും. തൃശൂർ പൂങ്കുന്നം ജംഗ്ഷൻ മുതൽ അക്ഷയ ഹോട്ടൽ വരെയുള്ള ഫുട്പാത്ത് സഞ്ചാരയോഗ്യമാക്കി. പൂങ്കുന്നം പൗരസമിതിയുടെ അഭ്യർത്ഥനയെ തുടർന്ന് കളക്ടർ പ്രശ്നത്തിൽ ഇടപെട്ടിരുന്നു. പൗരസമിതി ചെയർമാൻ MV വിജയൻ, സെക്രട്ടറി T രമേശ് എന്നിവരുടെ നേതൃത്വത്തിലാണ് കളക്ടറെ കണ്ട് നിവേദനം നൽകിയത്. കൊടകര മനക്കുളങ്ങര ലയൺസ് ക്ലബ്ബും അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി നടത്തുന്ന സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ രാവിലെ 9:30 മുതൽ 12:30 വരെയാണ് ക്യാമ്പ്. വാർത്താസമ്മേളനത്തിൽ P രാധാകൃഷ്ണൻ, അനിൽ വടക്കേടത്ത്, K സഞ്ജീവ് മേനോൻ, MR ആംസൺ എന്നിവർ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ എളവള്ളി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കുടുംബ സംഗമം നടത്തി. കൊച്ചുത്രേസ്യ ജോണി കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്തു. ഇന്ദിരാ സുബ്രുവിന്റെ വസതിയിൽ നടന്ന കുടുംബ സംഗമത്തിൽ ദേവദാസൻ അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് താലൂക്കിലെ മികച്ച ലൈബ്രറിയനുള്ള അവാർഡ് കരസ്ഥമാക്കിയ ആനി ജോസിനെ ചടങ്ങിൽ ആദരിച്ചു. സംസ്ഥാന അവാർഡ് ജേതാവ് കാതറിൻ ആന്റോ, MV ഗീത, ജോജു V ആന്റണി, മോളി എന്നിവർ സംസാരിച്ചു. അംഗങ്ങളുടെ കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. പാവറട്ടി വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദിയിൽ ഗുരുവായൂർ നഗരസഭയുടെ ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായ കദളീവനം പദ്ധതി ആരംഭിച്ചു. ദേവസൂര്യ വനിതാ വേദിയുടെ നേതൃത്വത്തിലാണ് കൃഷി ആരംഭിച്ചത്. ആദ്യഘട്ടത്തിൽ 50 കദളിവാഴ തൈകളാണ് കൃഷി ചെയ്യുന്നത്. തൈക്കാട് കൃഷിഭവന്റെ സഹകരണത്തോടെ ആരംഭിക്കുന്ന പദ്ധതി കൃഷി ഓഫീസർ VC റജീന ഉദ്ഘാടനം ചെയ്തു. ദേവസൂര്യ പ്രസിഡന്റ് റജി വിളക്കാട്ടുപാടം അധ്യക്ഷത വഹിച്ചു. വനിതാവേദി കൺവീനർ പ്രിൻസി റജി, സാന്ദ്ര ഗോകുൽ, ജയശ്രീ പ്രജീഷ്, സ്മിജിത സുരേഷ്, കാവ്യ പ്രശാന്ത് എന്നിവർ സംസാരിച്ചു. സെൻട്രൽ യൂണിവേഴ്സിറ്റി കേരളയിൽ MSc ഫിസിക്സിൽ 1ാം റാങ്ക് നേടിയ സോന മരിയ ഷാജുവിനെ CT ദേവസി സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. ട്രസ്റ്റ് ചെയർമാൻ PJ രാജു ഉപഹാരം നൽകി. ട്രസ്റ്റ് ഭാരവാഹികളായ തോമസ് പുത്തൂർ, AR കൃഷ്ണൻകുട്ടി, EG ജോജു, VA ഷാജി, സുനിമോൾ, TO ജോജു തുടങ്ങിയവർ പങ്കെടുത്തു. സൂപ്പർ ലീഗ് കേരളയിൽ തൃശൂർ മാജിക് FCക്ക് ഇന്ന് ആദ്യ ഹോം മത്സരം. കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 തുടങ്ങുന്ന പോരാട്ടത്തിൽ മലപ്പുറം FCയാണ് എതിരാളികൾ. ആദ്യ ഹോം മത്സരത്തിൽ മിന്നും ജയം സ്വന്തമാക്കി പോയിന്റ് പട്ടികയിൽ 1ാം സ്ഥാനത്തെത്തുകയാണ് മാജിക് FCയുടെ ലക്ഷ്യം. നിലവിൽ 5 മത്സരങ്ങളിൽ നിന്ന് 10 പോയിന്റുമായി 2ാം സ്ഥാനത്താണ് തൃശൂർ ടീം. മറുഭാഗത്ത് തോൽവി അറിയാതെ മുന്നേറുന്ന മലപ്പുറം FC എതിരാളികളായി എത്തുമ്പോൾ മത്സരം കടുക്കും. മത്സരത്തിനുള്ള ഭൂരിഭാഗം ടിക്കറ്റുകളും വിറ്റുതീർന്നു. മലപ്പുറത്ത് നിന്നും 1000-ലധികം ടിക്കറ്റുകൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇരു ടീമുകളുടെയും ആരാധകർ ഇരമ്പിയാർക്കുന്ന കോർപ്പറേഷൻ സ്റ്റേഡിയം തീപാറുന്ന പോരാട്ടത്തിനാണ് കാത്തിരിക്കുന്നത്. രാമവർമ്മ അപ്പൻ തമ്പുരാന്റെ 150ാം ജന്മദിനത്തോടനുബന്ധിച്ച് സമസ്ത കേരള സാഹിത്യ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ സെമിനാർ സംഘടിപ്പിച്ചു. രാമവർമ്മ അപ്പൻ തമ്പുരാനും മലയാള സാഹിത്യവും എന്ന വിഷയത്തിൽ കേരളോർമ്മ കോളേജിൽ നടന്ന സെമിനാർ സാഹിത്യകാരൻ ഡോക്ടർ SK വസന്തൻ ഉദ്ഘാടനം ചെയ്തു. സാഹിത്യ പരിഷത്ത് വൈസ് പ്രസിഡന്റ് ഡോക്ടർ TS ജോയി അധ്യക്ഷത വഹിച്ചു. സാഹിത്യ പരിഷത്ത് സെക്രട്ടറി ശ്രീമൂലനഗരം മോഹൻ, കേരളോർമ്മ കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ C ആദർശ് എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. സാഹിത്യ പരിഷത്ത് ജനറൽ സെക്രട്ടറി ഡോക്ടർ നെടുമുടി ഹരികുമാർ, ട്രഷറർ ഡോക്ടർ അജിതൻ മേനോത്ത്, നിർവാഹക സമിതി അംഗം ഷാജു പുത്തൂർ, കോളേജ് മലയാളം വകുപ്പ് മേധാവി ഡോക്ടർ MR രാജേഷ് എന്നിവർ പങ്കെടുത്തു. ചണ്ടിയും പുല്ലും പായലും മൂടി നശിച്ചു കിടന്നിരുന്ന എറവ് കപ്പൽപ്പള്ളിക്ക് മുന്നിലുള്ള ചാലുകുളം നവീകരിച്ചു. 1 കോടി രൂപയിലധികം ചെലവഴിച്ച് നവീകരിച്ചതോടെ ഹരിതകുളം എന്നാണ് പുതിയ പേര്. ആഴം കൂട്ടി വൃത്തിയാക്കിയ കുളത്തിന്റെ ചുറ്റും സംരക്ഷണ ഭിത്തി കെട്ടി ബലപ്പെടുത്തി. വശങ്ങളിൽ കൈവരികൾ സ്ഥാപിച്ചിട്ടുണ്ട്. സാംസ്കാരിക പരിപാടികൾ നടത്തുന്നതിന് മിനി ഓപ്പൺ സ്റ്റേജും സജ്ജമാക്കി. ജില്ലാ പഞ്ചായത്തിന്റെയും MLAയുടെയും ഫണ്ടുകൾ ഉപയോഗിച്ചാണ് കുളം നവീകരിച്ചത്. UDFൽ സീറ്റ് അനുവദിക്കാത്തതിനാൽ മാണി C കാപ്പൻ നേതൃത്വം നൽകുന്ന കേരള ഡെമോക്രാറ്റിക് പാർട്ടി തൃശൂർ ജില്ലയിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു. സീറ്റ് വിഭജന ചർച്ചയിൽ KDPയോട് നിഷേധാത്മക നിലപാടാണ് സ്വീകരിച്ചത്. ഇതേ തുടർന്നാണ് കോൺഗ്രസ് നേതൃത്വവുമായുള്ള എല്ലാ ബന്ധങ്ങളും നിലനിർത്തിക്കൊണ്ട് ജില്ലയിൽ സൗഹൃദ മത്സരത്തിനൊരുങ്ങുന്നത്. തൃശൂർ കോർപ്പറേഷനിലെ 10 സീറ്റിലും വടക്കാഞ്ചേരി നഗരസഭയിലെ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും കേരള ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രതിനിധികൾ മത്സരിക്കും. വാർത്താസമ്മേളനത്തിൽ കേരള ഡെമോക്രാറ്റിക് പാർട്ടി ജില്ലാ പ്രസിഡന്റ് റോയി പെരിഞ്ചേരി, സംസ്ഥാന ജനറൽ സെക്രട്ടറി ബലരാമൻ നായർ, സംസ്ഥാന എക്സിക്യൂട്ടീവ് PM ഷഫീർ, ജില്ലാ ജനറൽ സെക്രട്ടറി അരുൺ കണിച്ചായി, യൂത്ത് വിംഗ് നേതാവ് ഡെഫിൻ റാഫി എന്നിവർ പങ്കെടുത്തു.
പാർട്ട് ONA ഫിലിംസും ബിന്നി ഇമ്മട്ടി ഫൗണ്ടേഷനും ചേർന്ന് നൽകുന്ന 11ാമത് ഭരത് PJ ആന്റണി സ്മാരക നാടക സിനിമ അഭിനയ പ്രതിഭ അവാർഡ് നടൻ TG രവിക്ക് സമർപ്പിക്കും. 20,000 രൂപയും ശില്പവും പ്രശസ്തിപത്രവും അടങ്ങുന്ന പുരസ്കാരം ഡിസംബർ 28-ന് സാഹിത്യ അക്കാദമിയിൽ നടക്കുന്ന PJ സ്മാരക ദേശീയ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിന്റെ സമാപന ചടങ്ങിൽ മന്ത്രി K. രാജൻ സമ്മാനിക്കും. ഡിസംബർ 26, 27, 28 തീയതികളിലാണ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ നടക്കുക. വാർത്താ സമ്മേളനത്തിൽ ഫിലിം ഫെസ്റ്റ് ചെയർമാൻ ഡോക്ടർ C. രാവുണ്ണി, ഫിലിം ഫെസ്റ്റ് ഡയറക്ടർ പ്രിയനന്ദനൻ, ബിന്നി ഇമ്മട്ടി ഫൗണ്ടേഷൻ പ്രസിഡന്റ് ജോയ് പ്ലാശ്ശേരി, ശില്പി മണികണ്ഠൻ കിഴക്കൂട്ട്, ജനറൽ കൺവീനർ ചാക്കോടി അന്തിക്കാട് എന്നിവർ പങ്കെടുത്തു. സ്വാമി ഭൂമാനന്ദ തീർത്ഥർ മഠാധിപതിയായ വെങ്ങണിശ്ശേരി നാരായണാശ്രമ തപോവനത്തിന്റെ പ്രസിദ്ധീകരണങ്ങൾ ലഭ്യമാക്കുന്ന പുസ്തകോത്സവം തൃശൂർ തെക്കേമഠം പാണ്ഡ്യ സമൂഹം ഹാളിൽ ആരംഭിച്ചു. കേരള ബ്രാഹ്മണ സഭാ പ്രസിഡന്റ് പ്രൊഫസർ G. ദേവനാരായണൻ പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർ പൂർണിമ സുരേഷ്, V. വിജയൻ മേനോൻ, AK ഗോവിന്ദൻ, പുരുഷോത്തമൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. പുസ്തകോത്സവം ഈ മാസം 16 രാവിലെ 10 മുതൽ രാത്രി 7 വരെ ഉണ്ടായിരിക്കും. പെരുവനം ആറാട്ടുപുഴ പൂരങ്ങൾ പ്രതിസന്ധിയിലാണെന്നും ദേവസ്വം ബോർഡിൽ നിന്നും സർക്കാരിൽ നിന്നും അടിയന്തര സഹായം ലഭിച്ചില്ലെങ്കിൽ ഉത്സവം നിന്നുപോകുമെന്ന് പെരുവനം ആറാട്ടുപുഴ പൂരം സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. ലോകത്തിലെ തന്നെ ബൃഹത് ദേവമേളയായ പെരുവനം ആറാട്ടുപുഴ പൂരം 1444 വർഷം പൂർത്തിയാക്കുകയാണ്. അടുത്ത വർഷത്തെ പെരുവനം പൂരം മാർച്ച് 27-നും ആറാട്ടുപുഴ പൂരം മാർച്ച് 30-നും ആഘോഷിക്കും. എന്നാൽ വർദ്ധിച്ചു വരുന്ന ആനയേക്കവും മറ്റ് അനുബന്ധ ചെലവുകളും മൂലം പൂരം നിന്നുപോകാനുള്ള സ്ഥിതിവിശേഷമാണ്. 24 ക്ഷേത്രങ്ങളിൽ 9 ക്ഷേത്രങ്ങൾ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ മേൽനോട്ടത്തിലും ബാക്കി 15 ക്ഷേത്രങ്ങൾ സ്വകാര്യ ക്ഷേത്രങ്ങളുമാണ്. ഏറ്റവും പഴക്കം ചെന്ന ഈ ദേവമേളയെ നിലനിർത്താൻ വേണ്ടി സർക്കാർ സഹായം ലഭിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ അത് ലഭിക്കുന്നില്ല. 108 ആനകൾ വരെ അണിനിരുന്ന ഈ ദേവമേളയിൽ സാമ്പത്തിക പ്രതിസന്ധി മൂലം ഇപ്പോൾ 50 ആനകൾ മാത്രമാണ് പങ്കെടുക്കുന്നത്. കേരള ടൂറിസം വകുപ്പ് നിർത്തിവെച്ച ധനസഹായം വർദ്ധിപ്പിച്ചു തന്നില്ലെങ്കിൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഭാഗമാകേണ്ട എന്നാണ് ക്ഷേത്രം ഭാരവാഹികളുടെയും ഭക്തജനങ്ങളുടെയും തീരുമാനം. കൊച്ചിൻ ദേവസ്വം ബോർഡ് നൽകിവരുന്ന ധനസഹായം 25% വർദ്ധിപ്പിച്ച് നൽകണമെന്നും പെരുവനം ആറാട്ടുപുഴ പൂരം ഫെസ്റ്റിവൽ സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. തൃശൂരിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ പെരുവനം ആറാട്ടുപുഴ പൂരം സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് AA കുമാരൻ, വൈസ് പ്രസിഡന്റ് PV കൃഷ്ണൻ നമ്പൂതിരി, സെക്രട്ടറിമാരായ CS ഭരതൻ, PN ഗണേശൻ, K മാധവൻ എന്നിവർ പങ്കെടുത്തു. തൃശൂർ 7th ഡേ അഡ്വന്റിസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ടെമ്പറൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി കുട്ടികൾക്ക് പ്രസംഗം, ചിത്രരചനാ മത്സരങ്ങളും റാലിയും നടന്നു. സ്കൂൾ പ്രിൻസിപ്പൽ TM പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു. PI ലാലു, മെറീന റോബി തുടങ്ങിയവർ സംസാരിച്ചു. ലയൺസ് ക്ലബ്ബും തിരുവല്ലോമല പട്ടിപ്പറമ്പ് സദ്ഗമയ സേവാ കേന്ദ്രവും സംയുക്തമായി സൗജന്യ പ്രമേഹ പരിശോധനാ ക്യാമ്പ് നടത്തി. ലയൺസ് ക്ലബ്ബ് ജില്ലാ കോർഡിനേറ്റർ MV അശോകൻ ഉദ്ഘാടനം ചെയ്തു. സദ്ഗമയ സേവാ കേന്ദ്രം പ്രസിഡന്റ് PK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. M മോഹൻദാസ്, ജയപ്രകാശ്, നാരായണദാസ്, ഗീത അശോകൻ, സഞ്ജു കൊള്ളന്നൂർ തുടങ്ങിയവർ സംസാരിച്ചു. മുണ്ടത്തിക്കോട് തെക്കുമുറിയിൽ കാട്ടുപന്നി കൂട്ടങ്ങളുടെ വിളയാട്ടം. 15ഓളം പന്നികളാണ് വീട്ടുകാർക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത വിധം റോഡിൽ നിറഞ്ഞു നിന്നത്. കോട്ടയിൽ പ്രസാദിന്റെ വീടിന് മുന്നിലായിരുന്നു സംഭവം. സമീപ പ്രദേശങ്ങളിലെ കൃഷികൾ പന്നികൾ നശിപ്പിച്ചു. കാട്ടുപന്നി ശല്യം മൂലം കൃഷി ചെയ്യാനാകാത്ത അവസ്ഥയിലാണ് പ്രദേശത്തെ കർഷകർ. പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ നിറമാല ആഘോഷങ്ങൾക്ക് തുടക്കമായി. ക്ഷേത്രം ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത്. കാഴ്ചശീവേലിക്ക് കരിയന്നൂർ നാരായണൻ നമ്പൂതിരി പ്രാമാണിത്വം വഹിച്ചു. കൊമ്പൻ പഴയന്നൂർ ശ്രീരാമൻ തിടമ്പേറ്റി. വൈകിട്ട് നാഗസ്വരം, തിരുവാതിരക്കളി, തായമ്പക, തുടർന്ന് സീതാരാമായണം, ബാല എന്നിവയുണ്ടാകും. കോടാലി ഗവൺമെന്റ് LP സ്കൂളിൽ ശലഭോത്സവം എന്ന പേരിൽ അങ്കണവാടി ഫെസ്റ്റ് സംഘടിപ്പിച്ചു. എഴുത്തുകാരൻ സുഭാഷ് മൂന്നുമുറി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ഫിറോസ് ഷാ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക VS ഷീല, PTA വൈസ് പ്രസിഡന്റ് KS സൂരജ്, MPTA പ്രസിഡന്റ് രേഖ നന്ദൻ, സീനിയർ അധ്യാപിക KP രജനി തുടങ്ങിയവർ സംസാരിച്ചു. തിരുവല്ലോമല കണിയാർക്കോട് ശ്രീ കരിങ്കുറ്റി അയ്യപ്പ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. ഭാഗവതരത്നം രജനി ഉണ്ണികൃഷ്ണ വാര്യരാണ് യജ്ഞാചാര്യ. നിരവധി ഭക്തജനങ്ങൾ സപ്താഹ യജ്ഞത്തിൽ പങ്കെടുത്തു.
കോളേജ് അധ്യാപകനും കഥാപ്രസംഗകനും ഭക്തി പ്രഭാഷകനുമായിരുന്ന കവി പ്രൊഫസർ പി കൃഷ്ണകുമാറിന്റെ 21ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് സൗഹൃദം സെന്റർ അനുസ്മരണ സമ്മേളനവും കവിയരങ്ങും സംഘടിപ്പിച്ചു. ചലച്ചിത്ര നടൻ എൻ നന്ദകിഷോർ ഉദ്ഘാടനം ചെയ്തു. കവയത്രി ഇ സുമതിക്കുട്ടി അധ്യക്ഷത വഹിച്ചു. സ്വാമി വിശ്വഭദ്രാനന്ദൻ ശക്തിബോധി മുഖ്യപ്രഭാഷണം നടത്തി. കവിതാ മത്സര വിജയികൾക്ക് ഡയറക്ടർ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കുറ്റിപ്പുഴ രവി, കെ എ ഗോവിന്ദൻ, ജോർജ് തോമസ്, കെ എച്ച് സിദ്ദിഖ് തുടങ്ങിയവർ സംസാരിച്ചു. ഗാനരചയിതാവ് സി രാമചന്ദ്രമേനോൻ കവിയരങ്ങ് ഉദ്ഘാടനം ചെയ്തു. ആളൂർ കുഴിക്കാട്ടുശ്ശേരി മരിയ തെരേസ നഴ്സിംഗ് കോളേജിൽ 3ാം സെമസ്റ്റർ BSc നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഡയബറ്റിക്സ് ദിന ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ആളൂർ സെന്ററിൽ നടന്ന പരിപാടി ആളൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ KT ജെയ്സൺ ഉദ്ഘാടനം ചെയ്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ റോയ് വിൽഫ്രഡ്, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PJ കവിതമോൾ, വൈസ് പ്രിൻസിപ്പൽ പ്രൊഫസർ റജി വർഗീസ്, സിസ്റ്റർ സുധ എന്നിവർ സംസാരിച്ചു. ആളൂർ പഞ്ചായത്തിൽ ഇത് മാത്രമാണ് ഈ നടക്കുന്ന ചടങ്ങെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും നമ്മുടെ ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,720 രൂപ, പവന് 93,760 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDAക്ക് ആധിപത്യം, BJP ഏറ്റവും വലിയ ഒറ്റകക്ഷി, മഹാസഖ്യത്തിന് വീഴ്ച. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം പുറത്തിറക്കി. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ആരംഭിച്ചു. ഈ മാസം 21 വരെ പത്രികകൾ നൽകാം. വർണ്ണാഭമായി ജില്ലാ ശിശുദിനാഘോഷം. തൃശൂർ നഗരത്തിൽ നടന്ന ശിശുദിന റാലിയിൽ 100 കണക്കിന് കുട്ടികൾ അണിനിരന്നു. ടാഗോർ ടൗൺ ഹാളിൽ നടന്ന ആഘോഷ പരിപാടിയിൽ ശിശുദിന സ്റ്റാമ്പ് പ്രകാശനം ചെയ്തു. പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ മാനുകൾ ചത്ത സംഭവം. ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ചർക്ക് കാരണം കാണിക്കൽ നോട്ടീസ്. തൃശൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് നോട്ടീസ് അയച്ചത്. മുറ്റിച്ചൂരിൽ കളക്ഷൻ ഏജന്റിന്റെ മുഖത്ത് കുരുമുളക് സ്പ്രേ അടിച്ച് പണം കവർന്ന സംഭവം. 3 പ്രതികൾ പിടിയിലായി. സ്കൂൾ ബസ് ഓടിക്കുന്നതിനിടെ ഡ്രൈവർ കുഴഞ്ഞു വീണ് മരിച്ചു. മരണത്തിന് മുന്നിലും കുഞ്ഞുങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കിയാണ് ഡ്രൈവർ രാജൻ യാത്രയായത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.